മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ തച്ചെണ്ണ 10-ാം വാർഡിൽ വളരെ മനോഹരമായ ഗ്രൗണ്ട് ഓപ്പണാൻ പോവുകയാണ്. 2-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. വളരെ സംഭവബഹുലമാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട്. 80 സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഗ്രൗണ്ട്. വളരെ വിശാലമാണ്. വളരെ മനോഹരമായൊരു സ്ഥലത്ത് തന്നെയാണ്. ഒരു കുന്നിൻ്റെ, നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ പണ്ട് കല്ല് വെട്ടിയിരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലം മണ്ണ് നികത്തി ഇപ്പോൾ വളരെ മനോഹരമായ, അനുയോജ്യമായ, അടിപൊളി ഒരു പ്ലേസായി മാറിയിരിക്കുന്നു. ഇത് തീർച്ചയായും മറ്റുള്ള പഞ്ചായത്തുകൾക്കും വാർഡ് മെമ്പർമാർക്കും എല്ലാം ഒരു മാതൃകയാണ്. കാരണം വളർന്നു വരുന്ന യുവാക്കൾക്ക് അവർക്ക് കളിച്ചു വളരാൻ വേണ്ടി, അവരുടെ ബുദ്ധി വികാസത്തിനും മറ്റ് സന്തോഷപ്രദമായ കാര്യങ്ങൾക്കും ഉല്ലസിക്കുവാൻ വേണ്ടി ഒരു പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതിന് ഫണ്ട് ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ തെളിവാണ് ഈ തച്ചെണ്ണ വാർഡിൽ നെല്ലിക്കുന്നിലെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം. 80 സെൻറ്റ് സ്ഥലമുണ്ട്. സെൻറ്റിന് നല്ലൊരു ഭീമമായ സംഖ്യ കൊടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. അത് ആയതിനാൽ എല്ലാ വാർഡിലും ഫുട്ബോൾ ഗ്രൗണ്ട് കൊണ്ടുവരാൻ അവിടെയുള്ള മെമ്പർമാർ വിചാരിച്ചാൽ കഴിയും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ 80 സെൻറ്റ് സ്ഥലത്ത് വളരെ വിശാലമായി കിടക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, 2 ഭാഗത്തും കല്ല് വെട്ടിയ ചുമരുണ്ട്. അതുകൊണ്ട് തന്നെ പന്തുകൾ പുറത്തേക്ക് തെറിച്ചു പോവുകയില്ല. ഏത് ഭാഗത്തും നോക്കിയാലും ഇത്രയും നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് മലപ്പുറം ജില്ലയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത് ചരൽക്കല്ലാണ്. ഈ ചരലുകളെല്ലാം മാറ്റിയാൽ തന്നെ കുറച്ച് പുല്ല് വിരിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി ന്യൂസിലാൻഡ് പോലെയുള്ള ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ഇത് ഓരോ മെമ്പർമാരും അവരുടെ ഫണ്ട് ലാപ്സാക്കി കളയാതെ അവിടെയുള്ള യുവാക്കൾക്ക് വളർന്നു വരുന്ന തലമുറക്ക് അവരുടെ കാൽപന്ത് കളിയിലും അതേപോലെ തന്നെ ഓട്ടമത്സരം, മറ്റുള്ള എല്ലാ സംഗതികൾക്കും ഒരു ഗ്രൗണ്ട് അത്യാവശ്യമാണ്. ആയതിനാൽ ഈ ഒരു ഗ്രൗണ്ട് 2-ാം തീയതിയാണ് ഇനോഗ്രേഷൻ. വളരെ വിപുലമായി നടത്തുകയാണ്. വളരെ അനുയോജ്യമായ, ഇനിയുള്ള പുതുതലമുറ തച്ചാൻ വാർഡിലും മറ്റുള്ള പരിസരമുള്ള വാർഡുകളിൽ ഉള്ള യുവാക്കൾ ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന് അവർക്ക് ഉന്നതമായ ജോലിയും മറ്റും കരസ്ഥമാക്കാൻ ഇതിലൂടെ സാധിക്കും. വലിയ ഫുട്ബോൾ മേഖലയിലൂടെ വളർന്ന് അവർക്ക് വലിയ നിലയിൽ എത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പണ്ട് പറങ്കൂച്ചി നിറഞ്ഞൊരു കാടായിരുന്നു. ഈ പറങ്കൂച്ചി വളരുന്ന കാടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് മണ്ണില്ല. ആ മണ്ണില്ലാത്ത കാരണം പറങ്കൂച്ചി അഥവാ കശുമാവ് മാത്രമേ വളരുകയുള്ളൂ. അതിൻ്റെ ഒരു തെളിവ് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് മണ്ണേ ഉള്ളൂ. നല്ല ഹാർഡായ ടമ്പറായ പാറയാണ് ഈ കാണുന്നത്. ഇതിനെ മുൻകൈയെടുത്ത എല്ലാ മെമ്പർമാർക്കും, അഥവാ ഈ വാർഡിലെ തച്ചെണ്ണ വാർഡിലെ മെമ്പർക്കും മറ്റുള്ള ബന്ധപ്പെട്ട എല്ലാ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയണം. ഇത്രയും ആകാശ നീലിമയിൽ കാണുന്ന ഇത്രയും മനോഹരമായ ഗ്രൗണ്ട് ഇവിടെ സംഭാവന ചെയ്തത് അത് വളരെ മഹത്തമായ, അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഈ നിമിഷം ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. ഇത് വർണ്ണാഭമായ, വളരെ അസുലഭം നിമിഷമായി ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് കളിച്ചു വളരാൻ, അവർക്ക് അവരുടെ എല്ലാ വിധ മേഖലയിൽ കഴിവുകൾ തെളിയിക്കുവാൻ ഇതൊരു അവസരമാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെക്കുന്നിൻ്റെ ഏതാനും ഭാഗം ഇവിടെ നിന്ന് വീക്ഷിക്കാം. എപ്പോഴും സദാസമയം നല്ല കാറ്റാണ്. ഈ കാറ്റ് കൊണ്ട് പന്ത് തട്ടി കളിക്കാം. ആ കാണുന്നത് പെരിങ്ങപ്പാറയാണ്. മറ്റുള്ള തെച്ചാമ്പറമ്പ് കോറികളാണ് ആ കാണുന്നത്. ഇത്രയും വളരെ മനോഹരമായ ഒരു ഗ്രൗണ്ട് ഇനി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ കോട്ടക്കുന്ന് പോലെയുള്ള ഒരു പ്രദേശമാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ
ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് ഈ അവസരത്തിൽ പറയാനുള്ളത്, വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി ഓരോ മെമ്പർമാരും ശ്രമിക്കണം. അതാണ് യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയും കണ്ണു തുറക്കാത്ത മെമ്പർമാർക്ക് ഇതൊരു മാതൃകയാണ്. ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ഗ്രൗണ്ടില്ലാത്ത വാർഡിലെ മെമ്പർമാർ ഇനിയെങ്കിലും ഒരു ഗ്രൗണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.